കഴിഞ്ഞതൊക്കെ അത്ര ഒന്നും പോരാ, മോശം സമയമല്ല. കഥകൾ എങ്ങനെയാണോ അതനുസരിച്ചേ ഇരിക്കുള്ളൂ. ഇന്ന് ഹിസ്റ്ററി ആയിട്ടുള്ള കഥകൾ ഓടും. ഈ തമിഴ്നാടൊക്കെ എടുക്കുന്നത് ഒരു വാരിക്ക് മുട്ടിക്കൊണ്ട് പോണത് കാന്താരം അതിവിടെ ഇട്ടില്ല, കലക്കും. ഒന്നും അത് സംശയമൊന്നുമില്ല. മോഹൻലാലെന്ന് വെച്ചാൽ എത്തൂല്ല, മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചാൽ എത്തൂല്ല. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടില്ല, കാരണം ഇതൊരു പഴയ ഒരു മൂഡാണ്, നമ്മുടെ കാലഘട്ടത്തിലുള്ള ഒരു മൂഡാണിത്. പടം ഓടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഘട്ടം. പ്രതീക്ഷ തീർച്ചയായിട്ടും അത് ഗംഭീരമായിരിക്കും. കിട്ടണ ആജ് അത്തരത്തിൽ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ല. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് പടം കാണാൻ കയറുന്നത്. ഒരു ഒടിയന്റെ ഒരു മരയ്ക്കാണ്ടൊക്കെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് പലയിടത്തും. അതുകൊണ്ട് നമ്മൾ ആ പടങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ച് വെളുപ്പിനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പടം കാണാൻ പോയൊരു ഇതാണ്. രാവിലത്തെ ഷോ എടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് ഒരു തൃപ്തിയില്ല. പിന്നെ JPയും ലാലേട്ടനും കൂടെ കോംബോ വരുമ്പോൾ ആൾക്കാർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ ഒരു പ്രതീക്ഷ ചിലതൊക്കെ വന്ന ശേഷം, ഈ ടീസർ ആയാലും ട്രെയിലർ ആയൊക്കെ വന്ന ശേഷം തൊട്ട് ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം ലെവൽ എത്തുന്നില്ലാത്ത ഒരു ഫീൽ. അതെല്ലാം ഫാൻസിനും തൃപ്തിയൊന്നും വന്നിട്ടില്ല. മരക്കാറായിട്ട് മാറുമെന്നൊരു പേടിയുണ്ട് എല്ലാവർക്കും. പുള്ളിക്കാരൻ കിട്ടില്ലാണ് LJP. പക്ഷേ ലാലേട്ടൻ തന്നെ ഒരു തലതൊട്ടപ്പനാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പൊ പുള്ളിക്കാരനെ വെച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. മറ്റേതെല്ലാണെങ്കിൽ നോർമൽ പെർഫോമൻസ് വെച്ചാണ്. മമ്മൂക്ക ആണെങ്കിലും മമ്മൂക്ക ഡയറക്ടർ പറയുന്ന രീതിക്കേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഡയറക്ടർ ഒരു കാര്യം പറഞ്ഞാൽ ആ രീതിക്ക് എന്ത് വേണോ അതനുസരിച്ച് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നിട്ട് പുള്ളിക്കാരൻ ചെയ്യും. അത് നമുക്കൊരു വേറെ ലെവലാണ് ഫീൽ ചെയ്യുന്നത്. നൻപകലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ തിയേറ്ററിൽ ഫ്ലോപ്പാണ്. പക്ഷെ അല്ലാത്ത എല്ലാം എന്താ പറയുക, ഒരു കിടിലം വർക്കാണ് ലിജോന്റെ. ഇത് വരുമ്പോൾ ഒരു കമേഴ്ഷ്യൽ പടമാണ്. അത്യാവശ്യം പാട്ടും ഡാൻസ്. ലിജോന്റെ പടത്തിൽ അതൊക്കെ ഉണ്ടോ? നമ്മൾ കണ്ട ലിജോന്റെ പടങ്ങളിൽ അതങ്ങനെയുണ്ടോ? വളരെ ചുരുക്കം പടങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ളത്. ഇത് സീരിയസ് ആയിട്ട് മാറ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കഥയാണ് അങ്ങനെ കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയാ, ഒരു തൃപ്തി തോന്നിയില്ല. ഇത് ആളി പോകുന്നൊരു പേടിയുണ്ട്. ഞാൻ ബ്ലാങ്ക് ആയിട്ടുള്ള മനസ്സുമായിട്ടാണ് കയറുന്നത്, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ കയറുന്നത്. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലോ, ചിലപ്പോൾ എൻ്റെ വെറും തോന്നലാവാം, ചിലപ്പോൾ പടം കിടിലുമായിരിക്കാം. പക്ഷെ ഒരുപാട് അനുഭവങ്ങളായി. അതുകൊണ്ടൊരു വിഷമത്തിന്റെ പുറത്താണ് കയറുന്നത്. എന്നാലും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. അതുകൊണ്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രതീക്ഷ എനിക്കിപ്പോഴും ഇല്ല. പക്ഷെ LJP അതുണ്ട്, ഉള്ളിൻ്റെ അകത്ത് ഒരു ഉള്ളുണ്ട്. അങ്ങേര് തുലയ്ക്കത്തില്ല, മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് 25-ാം തീയതിക്ക് വേണ്ടി. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഷോ കാണും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് തന്നെ പറയും.